കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിന് പരിഹാരമാകുന്നില്ല. ഡയാലിസിസിനെത്തിയ രോഗികൾക്ക് മരുന്ന് ലഭിച്ചില്ല. ഇതോടെ പ്രതീകാത്മക ഡയാലിസിസ് നടത്തി പ്രതിഷേധിക്കുകയാണ് വൃക്കരോഗികൾ. കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിലാണ് പ്രതിഷേധ സമരവുമായി രോഗികളെത്തിയത്. മരുന്നും മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ഞങ്ങൾക്ക് പറയാൻ ഇനി വാക്കുകളൊന്നുമില്ല. ഇത്രയും പറഞ്ഞില്ലേ, എന്നിട്ടും ഒന്നും ഒരു ഇതുമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് തന്നെ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു വഴിയുമില്ല, കാണുന്നില്ല. നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം. അപ്പോൾ അതിന് എനിക്കാണെങ്കിൽ പണിക്ക് പോകാനും കഴിയുന്നില്ല. ഇവരെ കൂടെ ഒരാൾ വേണ്ട, ഇല്ലാതെ ഡയാലിസിസ് ഒരു ചെയ്യൂല്ല. ഈ ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടാണെങ്കിൽ ആസ്പത്രി ഈ മരുന്നുകളെല്ലാം കിട്ടിയാലേ കഴിയുള്ളൂ. കാരണം ആരുടെ സഹായം കൊണ്ട് തികയത്തില്ല. എന്താ വെച്ചാൽ എന്തായാലും മെഡിക്കൽ നമ്മളെ ഇതാക്കി തരണം. പിന്നെ പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഒന്നിക്കിൽ എന്തെങ്കിലും മുന്നോട്ട് ചിന്തിച്ചാൽ ഒരു വഴിയില്ല കാണാൻ. കാരണം വെച്ചാൽ ഒരു ദിവസം പോരാ, ആഴ്ചയിൽ 3 ദിവസം ഈ ഡയാലിസിസ് ചെയ്യണം. ഇത്രയും രൂപ എന്നും കിട്ടാനുള്ള ഒരു വഴിയുമില്ല. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യാൻ വരുന്നതാണ് ഇവിടെ. ഇപ്പോൾ 1.5 മാസമായിട്ട് ഇപ്പോൾ ഇവിടെ ഓരോ മരുന്നുകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ 5 മരുന്നോളൊപ്പം ഞങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ആ ബില്ല് കിട്ടുന്നോ, ഇന്നിപ്പോൾ ഡയാലൈസർ 900 റുപ്യൻ്റെ അടുത്തൊരു ഡയാലൈസറിന് തന്നെ വില വരും. അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. പിന്നെ ആസിഡ് ഇവിടെ ഇല്ല, ബൈക്കാർബില്ല, അങ്ങനെ 2-3 സാധനങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവരണം. മറ്റേത് ഡയാലൈസറൊക്കെ 10 എണ്ണം കുടുംബം വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ 900 റുപ്യ ആരോഗ്യ ഇൻഷുറൻസിൽ ബില്ലടിച്ചുകൊണ്ട് അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വേറെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതും വാങ്ങണം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ചേരുന്നുണ്ട്. മിഥില, ഗുഡ് ഈവനിങ്. ഞാനിങ്ങനെ നമ്മുടെ ഷോ തുടങ്ങിയപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു എന്നാണ്. ഇന്നല്ല, നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം. എന്തുകൊണ്ടാണ് സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പോ ഇതിൽ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ്? പ്രതിഷേധക്കാരെന്താണ് പറയുന്നത്? ഇനി അവരുടെ പ്രതിഷേധ രീതികളൊക്കെ എന്തായിരിക്കും മിഥില? ശ്രീനിത, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല? അതേ ചോദ്യം തന്നെയാണ് ഈ രോഗികൾ ഇന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. 2 പ്രതിഷേധങ്ങൾക്കാണ് ഈ വൃക്കരോഗികളുടെ ഭാഗത്തുനിന്നും ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, രാവിലെ കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ പ്രതീകാത്മക ഡയാലിസിസ് നടത്തിയിട്ടാണ് അവരുടെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധ ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. ആദ്യമായിട്ടാണ് അവർ ഒരു പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത്. കോഴിക്കോട് കളക്ട്രേറ്റ് മുന്നിലായിരുന്നു ഇത്തരമൊരു പ്രതിഷേധ സമരം അവർ നടത്തിയത്. പ്രധാനപ്പെട്ട ആവശ്യം എന്നത് മരുന്ന് ലഭ്യമാക്കുക, കാരുണ്യ ഫാർമസി വഴി മരുന്ന് ലഭ്യമാക്കുക, മരുന്ന് ക്ഷാമം പരിഹരിക്കുക, ആയുഷ്മാൻ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. മറ്റ് രോഗികളെ പോലെയല്ല ഡയാലിസിസ് രോഗികൾ എന്ന് പറയുന്നത്, അവർക്ക് ഡയാലിസിസ് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് അവർക്ക് വിശ്രമം ആവശ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കളക്ട്രേറ്റിന് മുന്നിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലും കണ്ട രോഗികൾ എന്നത് അവർ ഇത്തരത്തിലുള്ള ഒരു വിശ്രമവും ഇല്ലാതെ, തങ്ങൾക്ക് മരുന്ന് കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയ ഒരു കാഴ്ചയാണ്. വളരെ ദുരിതമാണ് അവരുടെ ജീവിതം. കാരണം ഒരു ഡയാലിസിസിന് 1600 രൂപ അവർക്ക് ഒരു ദിവസം വേണം. ഇങ്ങനെ മാസത്തിൽ 3-4 ഡയാലിസിസ് ചെയ്യാനുണ്ട്. ഇത് 25,000 രൂപയ്ക്ക് മുകളിലേക്ക് പോകും, മരുന്നുൾപ്പെടെ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മരുന്ന് ലഭ്യമാവുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇന്ന് ഉച്ച 12:30 ശേഷമാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത്. അപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞിറങ്ങിയ രോഗികളുടെ പ്രതികരണമാണ്, അവരുടെ കൂട്ടിരിപ്പുകാരുടെ പ്രതികരണമാണ്, അവർക്കൊപ്പം വന്ന ആളുകളുടെ പ്രതികരണമാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആത്മഹത്യയല്ലാതെ മറ്റൊന്നും ഇനി തങ്ങളുടെ മുന്നിൽ വഴിയില്ല. കാരണം മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഇനി പണമില്ല കയ്യിൽ. ഭർത്താവിന് ഡയാലിസിസ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ കൂട്ടിന് ഭാര്യ വരണം. അതുകൊണ്ട് തന്നെ ഈ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. മറ്റൊരു മാർഗവും ഇവരുടെ മുന്നിലില്ല. പലതവണ ഈ വിഷയം നമ്മൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ ഈ വിഷയം നമ്മൾ തന്നെ സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് ഈ ഒരു വിഷയം ഇത്രയേറെ പ്രതിഷേധത്തിലേക്ക് ഇടയാക്കുന്നത്. എന്തുതന്നെയായാലും സർക്കാർ ഇനിയെങ്കിലും ഇവരുടെ ഈ ഒരു ദുരിതം കാണാതെ പോകരുത്. അത്ര കണ്ട് ദുരിതത്തിലാണിവർ. അതുകൊണ്ട് തന്നെയാണ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഇന്ന് ഇത്തരമൊരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് മുന്നിട്ടിറങ്ങേണ്ടി വന്നത്. ശ്രീനിത, ശരി.
മിഥിലയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തൊരു കഷ്ടമാണല്ലേ. പ്രതിഷേധവുമായിരിക്കുന്നത് വൃക്കരോഗികളാണ്. അവരുടെ അവസ്ഥ ഒന്ന് ആരോഗ്യമന്ത്രി മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇതിൽ ഇടപെടൽ നടത്തണം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. എത്ര കാലങ്ങളായി, എത്ര ദിവസങ്ങളായി ഈ വിഷയം അവർ ഉന്നയിക്കുന്നു. അല്ല, ഇതിനു മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമത്തിൽ? അന്ന് കാരുണ്യ പദ്ധതി വഴി മരുന്നുകൾ എത്തിക്കുമെന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇതുപോലെ തന്നെ അന്നും അവർ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇതാ ഇപ്പോൾ പിന്നെയും ആ പ്രശ്നം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൃക്കരോഗികൾ അടക്കം, ഇപ്പോൾ മിഥില പറഞ്ഞതനുസരിച്ച് 1000 രൂപയ്ക്ക് മുകളിലാണ് അവർക്ക് ഒരു വട്ടം ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായി തുക. അങ്ങനെ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഇത്രയധികം മരുന്ന് ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിനായി പണം കൊടുത്ത് മരുന്ന് മേടിച്ച് ഡയാലിസിസ് ചെയ്യുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഏറ്റവും അടിയന്തരമായ ഇതിലൊരു പരിഹാരം അതാണ് വൃക്കരോഗികളടക്കം അവരുടെ കൂട്ടിയിരിപ്പുകാരും കുടുംബങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത്, അല്ലേ? വീണ്ടും വീണ്ടും അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതിൽ എന്ത് ചെയ്യാനാകും എന്ന്, അടിയന്തരമായി തന്നെ ഇടപെടണം, എന്ത് ചെയ്യാനാകും എന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യുക.